ശ്രീഗുരുഭ്യോ നമ. ഓം ഗം ഗണപതേ നമ. ഓം ശ്രീ മഹാദുർഗായേ നമോ നമ. ശ്രീമദ്ദേവി മഹാഭാഗവതം 2-ാം സ്കന്ധം 7-ാം അധ്യായം. പാണ്ഡവകഥ. സോദൻ: പാണ്ഡവന്മാരഞ്ചു പേർക്കും സതി പാഞ്ചാലി പത്നിയായി. അവൾക്കവരിൽ നിന്നുണ്ടായി യോഗ്യരാമഞ്ചു മക്കളും. കൃഷ്ണന്റെ സമ്മതത്തോടെ ഭദ്രയായ സുഭദ്രയെ കൃഷ്ണസോദരിയെ പാർത്തൻ കട്ടു തൻ്റെ ഭാര്യയാക്കിനാൻ. അവൾക്കുണ്ടായൊരാ വീരൻ അഭിമന്യുവും അവ്വിധം. ദ്രൗപദീപുത്രരും പോരിൽ ഹതന്മാരായി ഭവിച്ചുപോൽ. പാർത്ഥപുത്രൻ തൻ്റെ പത്നി വിരാടസുത സുന്ദരി കാലാന്തത്തിൽ പെറ്റ ബാലൻ ഹതനായി ബാണവന്യാൽ. അശ്വത്ഥാമാവിൻ്റെ ബാണത്തീയിൽ വെന്തൊരു കുഞ്ഞിനെ അദ്ഭുതം സ്വപ്രതാപത്താൽ ജീവിപ്പിച്ചാൻ സ്വയം ഹരി. വംശം പരിക്ഷീണമാമ്പോളുണ്ടായ സുതനാകയാൽ അമ്മഹാൻ ഖ്യാതനായി പാരിൽ പരീക്ഷിത്തെന്ന പേരിനാൽ. പുത്രന്മാർ മുഴുവൻ ചത്തു ധൃതരാഷ്ട്രൻ ദുഃഖിതൻ. വാണാൻ പാണ്ഡവരാജ്യത്തിൽ ഭീമവാഗ്ബാണപീഡിതൻ. പുത്രശോകാർത്തരായി വാണാൾ ഗാന്ധാരിയുമതേവിധം. സേവിച്ചു രണ്ടുപേരെയും അഹോരാത്രം യുധിഷ്ഠിരൻ. യുധിഷ്ഠിരാജ്ഞയാൽ ധർമാത്മാവാം വിതുരൻ സന്തതം. അടുത്തിരുന്നുൾക്കണ്ണാളും ഭ്രാതാവിന്നേകി ബോധവും. മക്കൾ ചത്തേറിടും ദുഃഖം വിസ്മരിപ്പിച്ചിടും വിധം ധർമാത്മാവാം ധർമ്മജനും ശുശ്രൂഷിച്ചാൻ പിതാവിനെ. അതികോപത്തൊടും ഭീമൻ നാട്ടുകാർ കേട്ടു നിൽക്കവേ പ്രഹരിച്ചാൻ വാക്ശരത്താല വൃദ്ധൻ കേട്ടിടും വിധം. ഹനിച്ചു ഞാൻ പോരിലന്ധനാമി ദുഷ്ടന്റെ മക്കളെ. ദുശാസനന്റെ ചെഞ്ചോര വേണ്ടുവോളം കുടിച്ചു ഞാൻ. നാണമില്ലാതെ ഞാനേകും അന്നമന്ധൻ ഭുജിക്കയാം. കാക്കയെപ്പോൽ പട്ടിയെപ്പോൽ പാഴേ ജീവിക്കയാണിവൻ. ഈ മട്ടൊരുക്ഷവാക്യങ്ങൾ കേൾപ്പിക്കുന്നു ദിനം പ്രതി. മണ്ടനാണവനെന്നോതി ആശ്വസിപ്പിപ്പു ധർമ്മജൻ. ദുഃഖിച്ചു വാണു 18 ധൃതരാഷ്ട്രരും. ചോദിച്ചു സമ്മതം കാടുപോകാൻ ധർമ്മജനോടവൻ. അർത്ഥിച്ചാനേകദാ ധർമ്മജന്മാവോടേവമാ നൃപൻ. ചെയ്വൻ ഞാൻ എൻ്റെ മക്കൾക്കു വിധി പോലൗർദ്ധദേഹികം. ഭീമൻ മറ്റുള്ളവർക്കെല്ലാം ഏകി നിർവാപമെങ്കിലും പൂർവവൈരത്തെയോർത്തെൻ്റെ മക്കൾക്കേകിയതില്ലതും. ദ്രവ്യം നീ തരുമെന്നാൽ ഞാൻ ചെയ്വതിന്നൗർദ്ധദൈഹികം. പിന്നെ കാട്ടിൽ ഗമിപ്പൻ ഞാൻ സ്വർഗമേകും തപസ്സിനായി. രഹസ്യമായി വിതുരർ ചെന്നോതി അധർമ്മനന്ദനൻ വീണ്ടും ധനം പിതാവിന്നു തീരുമാനിച്ചു നൽകുവാൻ. യുധിഷ്ഠിരൻ വിളിച്ചോതി തൻ കൂട്ടക്കാരോടൊക്കെയും. മാന്യരേ പുത്രപിണ്ഡാർത്ഥം പിതാവിന്നേകുവൻ ധനം. അപാര തേജസാം ജ്യേഷ്ഠൻ ചുരുക്കിച്ചൊന്ന വാക്കുകൾ കേട്ടുകോപിച്ചുടൻ ഭീമ ബാഹുവാം ഭീമനോദിനാൻ. ദുര്യോധനഹിതത്തിനായി മഹാത്മൻ ധനമേകയോ. സുഖിപ്പൂ ദുഷ്ടനീയന്തൻ മൗർഖ്യമെന്തൊന്നതിൽ പരം. അങ്ങേ ദുർമന്ത്രിതത്താൽ താൻ കാട്ടിൽ നാം ദുഃഖമാർന്നതും. സഭാതലത്തിലദുഷ്ടൻ പാഞ്ചാലിയെ ഇഴച്ചതും. നിന്നിഷ്ടമൊന്നോർത്തുവാണു വിരാടഭവനത്തിലും മത്സ്യന്റെ ഭൃത്യന്മാരായും വാണാരീ വീരരായ നാം. ജരാസന്ധന്റെ ഹന്താവായി മത്സ്യൻ തൻ വെപ്പുകാരനായി. ജ്യേഷ്ഠൻ ചൂതാടിയില്ലെങ്കിൽ വരുമോ നാശമീ വിധം. ഇന്ദ്രപുത്രൻ മഹാബാഹു പെണ്ണിൻ വേഷം ചമഞ്ഞഹോ. അബാലൻ തൻ നർത്തകിയാം ബൃഹന്നളയുമാകുമോ. ഗാണ്ഡീവം മിന്നിടും കയ്യിൽ വളയല്ലി അണിഞ്ഞതും. ആണായി പിറന്നിട്ടുമെന്തേ
ദുഃഖമൊന്നതിന്മീതയായി. പാർത്ഥന്റെ അക്കൺമഷിയും കൂന്തലും കണ്ടൊരാൾക്കഹോ ഇദ്ദുഷ്ടനെ തുണ്ടായി മുറിച്ചാലേ വരൂ സുഖം. അങ്ങയോടുരിയാടാതെ വെച്ചു തീയ ഗൃഹത്തിൽ ഞാൻ തീ വയ്ക്കാൻ വന്നൊരപ്പാപി വെന്തു ചത്തു പുരോചനൻ. ചോദിച്ചിടാതെ താൻ കൊന്നേൻ കീചകാദ്യരെയൊക്കെയും ധാർത്തരാഷ്ട്രകുലച്ഛേദം ചെയ്തില്ലപ്പടിയന്നു ഞാൻ. സുയോധനാദിശത്രുക്കൾ പണ്ടുകെട്ടിൽ കിടക്കവേ ഗന്ധർവരോടേറ്റുമോചിപ്പിച്ചതും നിന്റെ സാധുത. ദുര്യോധനഹിതത്തിന്നേകാനിച്ചിപ്പു നീധനം കൊടുക്കാ ഞാനെത്ര തന്നെ അങ്ങെന്നോടുര ചെയ്കിലും. എന്നുപോയാൻ വായുപുത്രൻ മറ്റു മൂവരുമൊത്തുടൻ വേണ്ടുവോളം ധനം നൽകി ധൃതരാഷ്ട്രർക്കു ധർമ്മജൻ. ഔർധദേഹിക കർമ്മങ്ങൾ ചെയ്യിച്ചു വിധിപൂർവകം ദാനങ്ങൾ ചെയ്തു വിപ്രന്മാർക്കംബികാസുതനാം നൃപൻ. ശ്രാദ്ധാദിയെല്ലാം ഗാന്ധാരീ സഹിതം നിർവഹിച്ചവൻ പുറപ്പെട്ടാൻ കാട്ടിലേക്കു കുന്തീവിതുരരോടൊത്തുടൻ. കാടേറിനാൻ സഞ്ജയോപദേശത്താലം മഹീപതി മക്കളെത്ര തടുത്തിട്ടും കൂടെ ചെന്നിതു കുന്തിയും. കരഞ്ഞുപോയി മാരുതിയും പാണ്ഡവാദികളൊക്കെയും ഗംഗാതീരത്തിലോളം ചെന്നേവരും പിന്തിരിച്ചുപോയി. ഗംഗയാറിൻ കരയ്ക്കുള്ള ശതയൂപാശ്രമാന്തികം തപം ചെയ്താർ പുൽക്കുടിൽ തീർത്തന്ധഭൂപാദ്യരും തഥാ. ആറാണ്ടേവം തപസ്സിങ്കലവർ കാലം നയിക്കവേ വിളിച്ചനുജരോടോതി വിരഹാർത്തൻ യുധിഷ്ഠിരൻ. കണ്ടേൻ സ്വപ്നത്തിൽ ഞാൻ കാട്ടിൽ പാരം ക്ഷീണിച്ച കുന്തിയെ ഇച്ഛിപ്പൂ കാൺമാനവളെ പിതാക്കളെയുമവ്വിധം. സഞ്ജയൻ വിതുരൻ തൊട്ടു മഹാന്മാരെയുമിന്നു ഞാൻ നിങ്ങൾക്കും ഹിതമാണെങ്കിൽ പോകാമങ്ങെന്നതെൻ മതി. പിന്നെ പാണ്ഡവന്മാരെല്ലാരും ദ്രുപദാത്മജയും തഥാ സുഭദ്രവൈരാടി തൊട്ടുള്ളോരും നാട്ടാരശേഷവും ഒത്തുചേർന്നാശു കാണാനുള്ള ഔത്സുക്യം കൊണ്ടിറങ്ങിനാൻ. ശതയൂപാശ്രമത്തിൽ ചെന്നാശു കണ്ടു വണങ്ങിനാർ. ചോദിച്ചു വിതുരൻ തന്നെ കാണാഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ എങ്ങുപോയി വിതുരൻ ധീമാനോദിനാനംബികാസുതൻ. വിരക്തനായി ചരിക്കുന്നിതാ ശാപാശങ്ങളറ്റവൻ എങ്ങോ തനിച്ചാ വിതുരൻ ബ്രഹ്മധ്യാനത്തിൽ വാഴുകയാം. രണ്ടാം നാളിൽ ഗംഗയിൽ പോയളവിൽ കാട്ടിലാ നൃപൻ കണ്ടാൻ വിതുരരെ തീവ്രതപസ്സാൽ ക്ഷീണഗാത്രനായി. കൂപ്പുന്നേൻ ഞാനെന്നു കണ്ട മാത്രയിൽ ചൊന്നു ധർമ്മജൻ കേട്ടുനിന്നാനനങ്ങാതെ തൂണുപോൽ വിതുരൻ തഥാ. വിതുരാസ്യത്തിൽ നിന്നേതോ ദിവ്യതേജസ്സുയർന്നുടൻ ലയിച്ചു ധർമ്മജാസ്യത്തിൽ രണ്ടും ധർമാംശമാകയാൽ. പ്രാണൻ വെടിഞ്ഞു വിതുരൻ പാരം ഖേദിച്ചു ധർമ്മജൻ ആ ദേഹത്തെ ദഹിപ്പിക്കാനുദ്യമം ചെയ്തു തൽക്ഷണം. ധർമ്മജൻ കേൾക്കവേയുണ്ടായി തഥാ വാക്കശരീരിണി വിരക്തനത്രേ ദാഹാർഹനല്ലിവൻ ഭോഗഭൂപതേ. ഭ്രാതാക്കളീ വാർത്ത കേട്ടു ഗംഗയിൽ പോയി കുളിച്ചുടൻ ചെന്നംബികാസുതൻ തന്നോടുണർത്തി കഥയൊക്കെയും. ആശ്രമത്തിൽ തന്നെ വാണാർ നാട്ടാരോടൊത്തു പാണ്ഡവർ വന്നാരവിടെയാ വ്യാസദേവനും നാരദർഷിയും. മഹാന്മാർ മുനിമാർ മറ്റുമണഞ്ഞാർ ധർമ്മസൂനുവേ ശുഭദർശനനാം വ്യാസനോടപ്പോളോതി കുന്തിയും. കർണനൻ മകനാണെന്നു പെറ്റ നാൾ കണ്ടതാണിവൾ മനസ്സു നീറുന്നു കാട്ടിത്തന്നാലും വ്യാസമാമുനെ. സമർത്ഥനല്ലോ നീ വ്യാസ വാഞ്ചിതം നൽകമേ പ്രഭോ. ഗാന്ധാരി,
കണ്ടില്ല പോരിനായി പോയ ദുര്യോധനനെ ഞാൻ മുനെ, കാട്ടിത്തന്നാലും അനുജന്മാരൊത്തൻ മകനെ ഭവാൻ. സുഭദ്ര: മഹാവീരൻ പ്രാണനേക്കാൾ പ്രിയനെന്നഭിമന്യുവേ, കാണാൻ കൊതിപ്പൂ ഞാൻ കാട്ടിത്തന്നാലും മേധബോധന. ഏവം വിധം ചൊന്നതൊക്കെ കേട്ടു സത്യവതീസുതൻ, പ്രാണായാമം ചെയ്തു പിന്നെ ധ്യാനിച്ചാനാദിമായയെ. സന്ധ്യാകാലമണഞ്ഞപ്പോൾ ഗംഗയാറ്റിൽ മുനീശ്വരൻ, കൂട്ടിപ്പോയാൻ ധർമ്മപുത്രൻ മുമ്പായുള്ളോരെയൊക്കെയും. അപ്പുണ്യനീരിൽ സ്നാനം ചെയ്തുടൻ ജഗദംബയെ, മണിദ്വീപത്തിൽ വാഴുന്ന സഗുണാത്മിക ദേവിയെ, വാഴ്ത്തിനാൻ വ്യാസമുനിയത് നിർഗുണബ്രഹ്മരൂപയെ. അജൻഹരൻ ശ്രീഹരി ധർമ്മരാജനും കുബേരനും പാശിയുമിന്ദ്രനഗ്നിയും, ഇല്ലാതെയാകുമ്പൊഴുതും ജയിപ്പു നീ ശിവേ, നമിക്കുന്നു സദാപി നിന്നെ ഞാൻ. ജലം നഭസ്സും ധരവായുവും തദ് ഗുണങ്ങളും ബുദ്ധിയുമിന്ദ്രിയങ്ങളും, ഇല്ലാതെയാം സൂര്യശശാങ്കരും നീ അന്നും ജയിപ്പൂ സതതം നമിപ്പു ഞാൻ. പ്രപഞ്ചം ഹൃദന്തത്തിലാക്കി ഗുണോപേതമാം ലിംഗകോശം സമാധിസ്ഥമാക്കി, നയിക്കുന്നു നീ കൽപ്പകാലം സ്വതന്ത്രം. മഹാജ്ഞാനവാനും ധരിപ്പീല നിന്നെ, മരിച്ചോരെ കാട്ടുവാനായെന്നോടോതുന്നിരിജ്ജനം. അശക്തൻ ഞാൻ കാട്ടുകമ്മേ മരിച്ചോരെ ഇവർക്കു നീ. സുതൻ: ഏവം സംസ്തുതയായി മായാദേവിയാം ഭുവനേശ്വരി, വിണ്ണിൽ നിന്നവരെ കൂട്ടിവന്നു കാട്ടിയിടിനാൾ തഥാ. തങ്ങൾക്കുള്ളോരെ ഈ വിധം കണ്ടു മോദിച്ചു പാണ്ഡവർ, കുന്തി ഗാന്ധാരി വൈരാടി സുഭദ്ര മുതലേവരും. മഹാമായാജാലമേവം കണ്ടു ദേവിയെയോർത്തുടൻ, തിരിച്ചയച്ചാനവരെ പിന്നെ തേജസ്വിയാം മുനി. തിരിച്ചാർ പാണ്ഡവന്മാരും മുനിമാരും തദാജ്ഞയാൽ, സ്വപുരം പോയി വ്യാസകഥ നീളവേ ചൊന്നു ഭൂപനും. 7-ാം അധ്യായം സമാപ്തം. അമ്മേ നാരായണ. 8-ാം അധ്യായം സ്വർഗാരോഹണം. സൂതൻ: 3-ാം ദിനത്തിൽ പിന്നീടു ധൃതരാഷ്ട്രമഹീപതി ഭാര്യയോടും കുന്തിയോടും കാട്ടുതീയിങ്കൽ വെന്തുപോയി. ധൃതരാഷ്ട്രരെയും വിട്ടു സഞ്ജയൻ തീർത്ഥയാത്രയിൽ പോയതായി നാരദൻ ചൊന്നു കേട്ടു ഖേദിച്ചു ധർമ്മജൻ. കൗരവന്മാർ നശിച്ചിട്ടു 36 ആണ്ടു തീരവേ, മുടിഞ്ഞു വിപ്രശാപത്താൽ പ്രഭാസത്തിൽ യദുക്കളും. രാമനും കൃഷ്ണനും കണ്ടു നിൽക്കെ തമ്മിലടിച്ചുടൻ, മരിച്ചാരം മഹാത്മാക്കൾ മദ്യത്താൽ മദമത്തരായി. ശാപം പാലിക്കുവാൻ ദേഹം ത്യജിച്ചാൻ രാമനവ്വിധം, താമരക്കണ്ണനാം കണ്ണൻ വ്യാധബാണത്തിനാലുമേ. കൃഷ്ണന്റെ ദേഹസന്ത്യാഗം കേട്ടുടൻ വസുദേവരും, ശുദ്ധപ്രാണങ്ങൾ കൈവിട്ടാൻ ശ്രീദേവി ധ്യാനനിഷ്ഠനായി. പ്രഭാസത്തിൽ ചെന്നു പിന്നെ തീവ്രദുഃഖത്തോടർജുനൻ, യഥായോഗ്യം ചെയ്തു തത്ര സംസ്കാരമഖിലർക്കുമായി. ശ്രീകൃഷ്ണദേഹമീക്ഷിച്ചു ചിതയെ സഞ്ജയിച്ചുടൻ, ദഹിപ്പിച്ചാൻ 8 പത്നിമാരുമൊത്തു ധനഞ്ജയൻ. രാമനെയും രേവതിയൊത്തഗ്നിയിൽ സംസ്കരിച്ചുടൻ, പാർത്ഥൻ ദ്വാരകയിൽ ചെന്നു പുറത്താക്കി ജനങ്ങളെ. പെട്ടെന്നു കടലിൽ താണു വാസുദേവന്റെ അപ്പുരം, നാട്ടാരെയൊക്കെയും കൂട്ടി നടന്നാൻ സവ്യസാചിയും. കാട്ടാളന്മാർ കൊള്ള ചെയ്താർ ഹരിപത്നികളെ ബലാൽ, വഴിയിൽ ധനവും കൊണ്ടുപോയാർ ഭർത്തനവീര്യനായി.
അപാരതേജസാം പാർത്തൻ ഇന്ദ്രപ്രസ്ഥം ഗമിച്ചുടൻ അനിരുദ്ധസുതൻ വജ്രൻ തന്നെ വാഴിച്ചു ഭൂപനായി. നിജദുഃഖം വ്യാസനോടു ചെന്നുണർത്തി മഹാരഥൻ. ചൊന്നാൻ വ്യാസൻ വീണ്ടുമങ്ങും ഹരിയും ജനിയാർന്നിടും. വീണ്ടുമങ്ങയ്ക്കായുഗത്തിലുണ്ടാമത്യുഗ്രമാമ്പലം. അതു കേട്ടുടനാ ഹസ്തിനപുരിയിൽ ചെന്നു ഫൽഗുനൻ. ദുഃഖിച്ചു ധർമ്മജന്മാവോടോതി വൃത്താന്തമൊക്കെയും. കൃഷ്ണൻ തൻ ദേഹസന്ധ്യാഗം കെട്ടു യാദവനാശവും. ഹിമാലയം ഗമിക്കാനായുറച്ചാൻ ധർമ്മഭൂപതി. 36 വയസ്സായോരുത്തരാസുതനെ തഥാ വാഴിച്ചു പോയാൻ കാട്ടിങ്കൽ ദ്രൗപദീ ഭ്രാതൃയുക്തനായി. 36 ആണ്ടു താനേവം നാടുവാണിട്ടു ധർമ്മജൻ. ഹിമാദ്രിയിൽ പോയി പ്രാണങ്ങൾ കൈവിട്ടാൻ 6 പേരുമായി. രാജർഷിയാം പരീക്ഷിത്താകട്ടെ രാജ്യം സുധാർമ്മികൻ. പാലിച്ചുത്സാഹിയായി വാണാൻ 6-10 ഭൂപനായി. വേട്ടയ്ക്കൊരു നാൾ ഘോരകാന്താരം പൂകിയാ നൃപൻ. അമ്പേറ്റ മാനിനെ തേടി മധ്യാഹ്നത്തിൽ ചരിക്കവേ. പസിയും ദാഹവും കൊണ്ടു പാരം ക്ഷീണിതനായി വൃഷം. ചൂടാൽ വേവുന്നോരളവിൽ കണ്ടാനൊരു മുനീന്ദ്രനെ. ധ്യാനസ്ഥനായി ചാരവേദാൻ ചോദിച്ചാൻ ജലമാതുരൻ. ഒന്നും മിണ്ടാതിരിക്കുന്ന മുനിയെ കണ്ടു രുഷ്ടനായി. വില്ലിൻ തുമ്പിൽ ചത്ത സർപ്പ ഒന്നിനെ തോണ്ടി വന്നുടൻ. ചാർത്തിനാൻ മുനി കണ്ഠത്തിൽ ദാഹത്താൽ കലിയേറവേ. കഴുത്തിൽ പാമ്പു വീണിട്ടും മിണ്ടിയില്ല മുനീശ്വരൻ. സമാധിയാൽ ചലിച്ചില്ല നൃപനോ പോയി ഗൃഹത്തിലും. തത്പുത്രനതി തേജസ്വി ഗവിജാതനിധി ശ്രുതൻ. മഹാശക്തനവൻ കാട്ടിൽ കളിച്ചും കൊണ്ടിരിക്കവേ. മിത്രങ്ങൾ അവനോടോതി നിന്നച്ഛൻ്റെ കഴുത്തിലായി. ആരോ മുനെ തൂക്കിയിട്ടുണ്ടു ചത്തൊരു പാമ്പിനെ. ഈ വാർത്ത കേട്ടു വല്ലാത്തോരരിശം പൂണ്ടു താപസൻ. ശപിച്ചാൻ വിദ്രുതം വെള്ളം കയ്യിലേന്തി നൃപാലനെ. ചത്ത പാമ്പിനെ ആരെൻ്റെ പിതൃകണ്ഠത്തിലിട്ടുവോ. അപ്പാവിയെ കടിക്കട്ടെ 7-ാം നാൾ കൊണ്ടു തക്ഷകൻ. മുനിശിഷ്യന്മാരിലൊരാൾ കൊട്ടാരത്തിൽ നൃപേന്ദ്രനെ കണ്ടുണർത്തിച്ചു മുനിപുത്രൻ്റെ ഈ ശാപവാർത്തയെ. മുനീന്ദ്രൻ തൻ ശാപമേവം കേട്ടുപോതുത്തരാസുതൻ. അനിവാര്യമതെന്നോർത്തു മുനിവൃദ്ധരോടോതിനാൻ. എൻ കർമ്മം താൻ വിപ്രരൂപം പൂണ്ടിമ്മട്ടിൽ ശപിച്ചതും. അമാത്യരെ ചെയ്വതെന്തിങ്ങുപായം ചിന്ത ചെയ്യുവിൻ. തടുക്കാവൊന്നല്ല മൃത്യുവിതുവേദാനുശാസനം. ശാസ്ത്രമോതും വിധം യത്നമെന്നാലും ചെയ്യണം ബുധർ. ഉപായവാദം ചെയ്യുന്നു ബുദ്ധിശാലികളാം ചിലർ. ബുദ്ധിയാൽ സിദ്ധമാം കാര്യം അതില്ലാത്തോർക്കസാധ്യവും. അചിന്യം മണിമന്ത്രൌഷധങ്ങൾക്കുള്ളൊരു വൈഭവം. മണിയുള്ള സാധകന്മാർക്കാവാതെന്തുള്ളു മന്നിതിൽ. സർപ്പം കടിച്ചു ചത്തുള്ളോരപ്സരസാം സ്വഭാര്യയെ. പണ്ടർത്ഥായുസ്സു നൽകി യുജ്ജീവിപ്പിച്ചു പോൽ മുനി. വരാനുള്ളൊന്നെന്നു ചൊല്ലി അടങ്ങാ ബുദ്ധിയുള്ളവർ. പ്രത്യക്ഷമിഹ ദൃഷ്ടാന്തം കണ്ടാലും മുനിമുഖ്യരെ. ദൈവത്തിൽ മാത്രം വിശ്വാസമർപ്പിച്ചു നിരപേക്ഷനായി. മന്നിലോ വിണ്ണിലോ ദേഹമുള്ളോർ ജീവിച്ചു കണ്ടിതോ. ഭിക്ഷാർത്ഥം സഞ്ചരിക്കുന്നു വിരക്തൻ സന്യസിക്കലും. ഗൃഹസ്ഥൻ തൻ ഗൃഹം തോറും ക്ഷണിച്ചോ മറ്റു മട്ടിലോ. യദൃച്ഛയാ കിട്ടിയതോ ഭുജിപ്പൂ വായിലിട്ടതോ. വിനയന്യേ വായിൽ നിന്നും കുക്ഷിയിങ്കലിറങ്ങുമോ.
പ്രയത്നം വേണമെന്നിട്ടും ഫലമില്ലെന്നു കാണുകിൽ. ഇതത്രേ വിധിയെന്നപ്പോൾ മാത്രം വിദ്വാൻ ധരിക്കണം. മന്ത്രിമാർ അർദ്ധായുസ്സാൽ സ്വപ്രിയയെ ജീവിപ്പിച്ചവനേദൃശി മരിച്ചതെவ்விധമവൾ ചൊൽക രാജൻ സവിസ്തരം. രാജാവ് പുലോമയെന്ന ഭൃഗുവിൻ ഭാര്യയാം സുന്ദരാംഗിയാൽ ഉണ്ടായിച്ചവനനെന്നേറ്റം പേരുകേട്ടൊരു ഋഷീശ്വരൻ. ച്യവനൻ വെട്ടുചര്യാതി സുതയായ സുകന്യയെ അവൾക്കുണ്ടായി പ്രമതിയെന്നൊരു പുത്രൻ പ്രസിദ്ധനായി. പ്രതാപി എന്ന വിഖ്യാതയത്രേ തത്പ്രിയ പത്നിയാൾ. അവർക്കു മകനായുണ്ടായി രുരുവെന്നൊരു താപസൻ. അതേ കാലത്തു താൻ സ്ഥൂലകേശനെന്നൊരു ഋഷീശ്വരൻ ധർമാത്മാവായി വാണിരുന്നു സത്യവാൻ ലോകവിശ്രുതൻ. ആയിടയ്ക്കൊരു നാളപ്സരസാം മാനിനി മേനക ക്രീഡിച്ചു വാണാളാറ്റിൻ തീരത്തു മൂലോകസുന്ദരി. വിശ്വാവസുവിൽ നിന്നാശു ഗർഭം പൂണ്ടാവരാംഗന സ്ഥൂലകേശാശ്രമത്തിൽ പോയി പെറ്റുപേക്ഷിച്ചു കുഞ്ഞിനെ. അനാഥയായി നദീതീരത്തേവമച്ചാരു കന്യയെ കണ്ടു കൈക്കൊണ്ടുടൻ സ്ഥൂലകേശനാം മുനി സത്തമൻ. പോറ്റി പ്രമദ്വരയിതി നൽകി കുഞ്ഞിന്നു നാമവും പ്രാപിച്ചു യൗവനം തക്ക കാലത്താലക്ഷണാന്വിത. രുരുവബ്ബാലയെ കണ്ടു കാമബാണാർത്തനായി ദൃശം. 8-ാം അധ്യായം സമാപ്തം. അമ്മേ നാരായണ. ഓം ശ്രീ മാത്രേ നമഃ.